ഡോക്ടർ വി ശിവദാസൻ, ഇതിപ്പോ പ്രധാനമന്ത്രി മണ്ടത്തരം പറഞ്ഞു എന്നുള്ള മട്ടിൽ പല ആളുകളും ഇതിനെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ ലാഘവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണോ ഇത്? നോക്കൂ, ഗാന്ധി ഗാഥകരുടെ മുഖ്യ സൂത്രധാരൻ എന്ന് ജസ്റ്റിസ് ജീവൻലാൽ കപൂർ കണ്ടെത്തിയ ആളാണ് വി ഡി സവർക്കർ. ആ സവർക്കറുടെ ഫോട്ടോ വാജ്പേയി ഭരിക്കുന്ന കാലത്താണ് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചത്. ആ സവർക്കറുടെ പേരിൽ പോർട്ട് ബ്ലെയറിൽ ഒരു എയർപോർട്ട് ഉണ്ട്. അത് ഐഡിയോളജിക്കലാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ചില ഉദ്ധരണികൾ ഉണ്ടല്ലോ. ഗോഡ്സെ മരിക്കുന്നത്, ഗോപാൽ ഗോഡ്സെയുടെ ഒരു പുസ്തകമുണ്ട്, എങ്ങനെയാണ് തന്റെ സഹോദരൻ നാഥുറാം തൂക്കിലേറുന്നതെന്ന്. RSSന്റെ ഗണഗീതം പാടിക്കൊണ്ടാണ് തൂക്കുവരിച്ചതെന്നാണ് അദ്ദേഹം വളരെ വികാര നിർഭരനായി പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന ഗാന്ധിയെക്കുറിച്ചുള്ള പരാമർശം അങ്ങനെ നാക്കുപിഴയോ തമാശയോ ഒക്കെ ആയി കാണുന്നത് ഒരു ലാഘവത്വമല്ലേ? ഗാന്ധിജിയെ നിരന്തരം അവഹേളിച്ചുകൊണ്ടിരിക്കുന്നത് RSSന്റെ ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ടാണ്. ഗാന്ധിജിയെ ജനമനസ്സുകളിൽ നിന്ന് ഇല്ലാതാക്കാൻ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച വിശ്വമാനവികതയുടെ മഹാമുദ്രാവാക്യം, അത് ഹിന്ദുവിനെയും മുസൽമാനെയും എല്ലാ ജാതി മതസ്ഥരെയും യോജിപ്പിക്കുന്ന മഹത്തായിട്ടുള്ളൊരു സന്ദേശമാണ്. ആ സന്ദേശത്തെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് RSSന് BJPക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ RSS എന്താണ്? BJPയും RSSും ഗാന്ധിജിക്കെതിരായി പെരുന്നുണകളുടെ ബോംബുകൾ ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് അവർ അതെല്ലാം നിഷേധിക്കുന്നതിനും ആ പറഞ്ഞതൊക്കെ അശേഷൻ ലജ്ജയില്ലാതെ നിഷേധിക്കുന്നതിന് വേണ്ടി സമയം കണ്ടെത്തുന്നതാണ്. ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, ഹിന്ദുസ്ഥാൻ ടൈംസ് ഉൾപ്പെടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള മാധ്യമങ്ങളിലെല്ലാം ഒന്നിലേറെ തവണ പ്രസിദ്ധീകരിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് BJPയുടെ പ്രതിനിധി പറയുകയാണ്, അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന്. 1982 സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഗാന്ധിജിയെ ആർക്കും അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ വാക്ക് നിഷേധിക്കുകയാണ്. ഗാന്ധിജിയെ അറിഞ്ഞില്ലായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നതിനൊരു താല്പര്യമുണ്ട്. ഗാന്ധിജി ഇനി അറിയപ്പെടേണ്ട ആളല്ല എന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ്. അപ്പോൾ ഗാന്ധിജിയെ അവഹേളിക്കുന്നത് ഗാന്ധിജിയെ കൊലപ്പെടുത്തിയ രാഷ്ട്രീയത്തിൻ്റെ തുടർച്ചയായിട്ടാണ്. നാഥുറാം ഗോഡ്സെ അദ്ദേഹം ഗാന്ധിജിയുടെ പുത്രനോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വ്യക്തിപരമായ വൈരാഗ്യത്തിൻ്റെതല്ല, രാഷ്ട്രീയമാണ് കൊല്ലുന്നതിനുള്ള കാരണമെന്നുള്ളത്. ആ രാഷ്ട്രീയം എന്താണ്? ആ രാഷ്ട്രീയം സവർക്കറാൽ നയിക്കപ്പെട്ട രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം RSS ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയമാണ്. സവർക്കറിന് പ്രതിമ നിർമ്മിച്ചു കൊടുത്തവർ, ഗോഡ്സെയ്ക്ക് അമ്പലം നിർമ്മിച്ചു കൊടുത്തവർ, ഗോഡ്സെയെ ആദരിക്കുന്നതിന് വേണ്ടി നാടുനീളെ സർക്കുലർ ഇറക്കിയെന്ന് പറയപ്പെടുന്നവർ, ഗാന്ധിജി കൊല ചെയ്യപ്പെട്ട ദിവസം ലഡു വിതരണം നടത്തിയെന്ന് ONV കുറുപ്പ് തൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള ഒരു സംഘടന, ആ സംഘടനയെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് ഈ രാജ്യത്തിലെ ജനാധിപത്യകാംക്ഷികളായിട്ടുള്ള സകല ആളുകളുടെയും ചുമതലയാണ്. ഇവർ ചർച്ചകളിൽ വിഷയത്തിൽ നിന്ന്, അഭിലാഷ് പറയാതിരിക്കാൻ പറ്റില്ല, വിഷയത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം ഇവരെല്ലായിടത്തും നടത്തുകയാണ്. എന്താണ് നമ്മളുടെ ഇന്നത്തെ ഉൾപ്പെടെയുള്ള കാതലായിട്ടുള്ള വിഷയം? നരേന്ദ്രമോദിയുടെ ഇന്റർവ്യൂ ആണ്. മോദി അതിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളാണ്. എന്തുകൊണ്ടാണ് ആ വിഷയത്തെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്ക് ഇതാ പത്രങ്ങളെല്ലാം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അതിന്റെ ടെക്സ്റ്റ് ഇങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ മറുപടി പറയാൻ കഴിയാത്തത്, നുണ പറയുന്നതിന് അശേഷം മടിയില്ലാത്തവരാണ് RSSന്റെ രാഷ്ട്രീയം പിൻപറ്റുന്നവരെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സവർക്കറിനെ ഒരേ സമയത്ത് മഹാനായി പറയുകയും അദ്ദേഹത്തിന്റെ പേരിൽ എയർപോർട്ട് ഉണ്ടാക്കുകയും, എന്നാൽ ചില വേളകളിൽ ആ സവർക്കറിനെ കുറിച്ചുള്ള വിമർശനം പറഞ്ഞതിനെ കുറിച്ച് 7 തവണ ബ്രിട്ടീഷുകാരുടെ കൽക്കലിൽ വീണ് കേണപേക്ഷിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ സവർക്കർ ചിലപ്പോഴെങ്കിലും സവർക്കർ ഞങ്ങളുടെ ആളല്ല എന്ന് പറയുന്നതിനും ഇവർ തയ്യാറാണ്.